നമസ്കാരം, ലേണിംഗ് ലാബിലേക്ക് സ്വാഗതം. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട പ്രധാന GK ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. LP, UP, HS, HSS വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ചോദ്യോത്തരങ്ങളാണ് ഇതിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. വീഡിയോ മുഴുവനായും കണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ ശ്രമിച്ചു നോക്കൂ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും ഇനിയും ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ലേണിംഗ് ലാബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഇന്ത്യ സ്വതന്ത്ര രാഷ്ട്രമായത് ഏത് തീയതിയിലാണ്? ഉത്തരം 1947 ഓഗസ്റ്റ് 15. 1947 ഓഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഏത് ഭരണത്തിൽ നിന്നാണ്? ഉത്തരം ബ്രിട്ടീഷ് ഭരണം. ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചതോടെയാണ് ഇന്ത്യ 1947 സ്വതന്ത്ര രാഷ്ട്രമായിട്ട് മാറിയത്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആരാണ്? അതായത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് എന്നതാണ് ചോദ്യം. ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരാണ്? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി എന്ന് പറയുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ്? ശരിയായ ഉത്തരം മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്താണ്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നതാണ് ഗാന്ധിജിയുടെ യഥാർത്ഥ പേര്. ഗാന്ധിജി ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഗുജറാത്ത്. ഗുജറാത്തിലെ പോർബന്തറിലാണ് മഹാത്മാഗാന്ധി ജനിച്ചത്. ഗാന്ധിജിയുടെ ജന്മദിനം എന്നാണ്? 1869 ഒക്ടോബർ 2 മഹാത്മാഗാന്ധി ജനിച്ചത്. എല്ലാ വർഷവും ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയായി നമ്മൾ ആഘോഷിക്കാറുണ്ട്. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് എവിടെയാണ്? ഉത്തരം ഡൽഹിയിലെ ചെങ്കോട്ടയിൽ. ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പ്രശസ്ത പ്രസംഗം നടത്തിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറയുന്നത് വിധിയുമായുള്ള സംഗമം അല്ലെങ്കിൽ വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്നൊക്കെയാണ് അർത്ഥം. ഈ ഒരു പ്രസംഗം ജവഹർലാൽ നെഹ്റു നടത്തുന്നത് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിലാണ്. അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുൻപാണ് ജവഹർലാൽ നെഹ്റു ഈ ഒരു പ്രശസ്തമായിട്ടുള്ള പ്രസംഗം നടത്തിയത്. 1947 ഇന്ത്യയിൽ നിന്ന് വേർപിരിഞ്ഞ രാജ്യം ഏതാണ്? ഉത്തരം പാകിസ്ഥാൻ. 1947 ഇന്ത്യയും പാകിസ്ഥാനും 2 രാജ്യങ്ങളായിട്ട് മാറിയത്. പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനം എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 14. എല്ലാ വർഷവും ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ കാരണമായ നിയമം ഏതാണ്? ഉത്തരം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഈ ഒരു നിയമം വഴിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഇന്ത്യ റിപ്പബ്ലിക്കായത് എന്നാണ്? 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായത്. എല്ലാ വർഷവും ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കാറുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചതുകൊണ്ടാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ്? ഉത്തരം ന്യൂഡൽഹി. റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ്? ഉത്തരം ഇന്ത്യയുടെ രാഷ്ട്രപതി. 2026 ഓഗസ്റ്റ് 15 ഇന്ത്യ എത്രാം സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത്? ഉത്തരം 79ാം സ്വാതന്ത്ര്യ ദിനം. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ഇന്ദിരാഗാന്ധി.
ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ആരാണ്? ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. നമ്മുടെ ദേശീയ ഗാനം ഏതാണ്? ഉത്തരം ജനഗണമന. നമ്മുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ജനഗണമന എന്ന് തുടങ്ങുന്ന നമ്മുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. നമ്മുടെ ദേശീയ ഗീതം ഏതാണ്? ഉത്തരം വന്ദേ മാതരം. ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം എന്ന് പറയുന്നത്. വന്ദേ മാതരം രചിച്ചത് ആരാണ്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം എന്ന് തുടങ്ങുന്ന നമ്മുടെ ദേശീയ ഗീതം രചിച്ചിട്ടുള്ളത്. നമ്മുടെ ദേശീയ പതാകയിൽ എത്ര നിറങ്ങളുണ്ട്? ഉത്തരം 3. ഇന്ത്യൻ ദേശീയ പതാകയിൽ 3 നിറങ്ങളാണ് ഉള്ളത്. ദേശീയ പതാകയിലെ 3 നിറങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം കുങ്കുമ നിറം, വെള്ള, പച്ച. ഇന്ത്യൻ ദേശീയ പതാകയിൽ ഈ 3 നിറങ്ങളാണ് കാണാറുള്ളത്: കുങ്കുമം, വെള്ള, പച്ച. ദേശീയ പതാകയുടെ നടുവിലുള്ള ചിഹ്നം ഏതാണ്? ഉത്തരം അശോക ചക്രം. നമ്മുടെ ദേശീയ പതാകയുടെ മധ്യഭാഗത്ത് കാണുന്ന ചിഹ്നമാണ് അശോക ചക്രം. അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകളുണ്ട്? ഉത്തരം 24. അശോക ചക്രത്തിൽ ആകെ 24 ആരക്കാലുകളാണ് ഉള്ളത്. അശോക ചക്രത്തിൻ്റെ നിറം എന്താണ്? ഉത്തരം കടുംനീല, നേവി ബ്ലൂ. നമ്മുടെ ദേശീയ പതാക, അതായത് ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം പിംഗളി വെങ്കയ്യ. പിംഗളി വെങ്കയ്യയാണ് നമ്മുടെ ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യൻ ദേശീയ പതാക ഔദ്യോഗികമായി അംഗീകരിച്ചത് എന്നാണ്? ഉത്തരം 1947 ജൂലൈ 22. സ്വാതന്ത്ര്യത്തിന് മുൻപാണ് ദേശീയ പതാക ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത്. ദേശീയ പതാകയുടെ നീളം വീതി അനുപാതം എത്രയാണ്? ഉത്തരം 3:2. ദേശീയ പതാകയുടെ ഔദ്യോഗിക അനുപാതം എന്ന് പറയുന്നത് 3:2, 3:2 എന്നതാണ്. ദേശീയ പതാകയിലെ കുങ്കുമ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം ധൈര്യവും ത്യാഗവും. അതായത് കുങ്കുമ നിറം ധൈര്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രതീകമായാണ് ദേശീയ പതാകയിൽ സൂചിപ്പിക്കുന്നത്. ദേശീയ പതാകയിലെ വെള്ള നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? സമാധാനവും സത്യവും. അതായത് സമാധാനത്തെയും സത്യത്തെയുമാണ് വെള്ള നിറം പ്രതിനിധീകരിക്കുന്നത്. ദേശീയ പതാകയിലെ പച്ച നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? സമൃദ്ധിയും വളർച്ചയും. പച്ച നിറം സമൃദ്ധിയുടെയും വളർച്ചയുടെയും പ്രതീകമായാണ് ദേശീയ പതാകയിൽ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ദേശീയ മൃഗം ഏതാണ്? ഉത്തരം കടുവ. ബംഗാൾ കടുവയാണ് ഇന്ത്യയുടെ ദേശീയ മൃഗമെന്ന് പറയുന്നത്. ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ്? ഉത്തരം മയിൽ. ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ്? താമര. താമരയാണ് ഇന്ത്യയുടെ ദേശീയ പുഷ്പം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? ഉത്തരം ആൽമരം. ആൽമരമാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം. ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ്? മാങ്ങ. അതായത് മാമ്പഴമാണ് ഇന്ത്യയുടെ ദേശീയ ഫലം എന്ന് പറയുന്നത്. നമ്മുടെ ദേശീയ ചിഹ്നം സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് നമ്മുടെ ദേശീയ ചിഹ്നങ്ങളെല്ലാം സ്വീകരിച്ചിരിക്കുന്നത്. ദേശീയ ചിഹ്നത്തിന് താഴെ എഴുതിയിരിക്കുന്ന വാക്കുകൾ എന്താണ്? ഉത്തരം സത്യമേവ ജയതേ. സത്യമേവ ജയതേ എന്നുള്ളത് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യമാണ്. സത്യമേവ ജയതേ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം സത്യം മാത്രം ജയിക്കും. ജനഗണമന ആദ്യമായി ആലപിച്ചത് എവിടെയാണ്?
ഉത്തരം 1911 കൽക്കട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ആദ്യമായിട്ട് ജനഗണമന ആലപിക്കുന്നത്. ദേശീയ ഗാനം പൂർണ്ണമായി ആലപിക്കാൻ എത്ര സമയം വേണം? ഉത്തരം ഏകദേശം 52 സെക്കൻഡ്. ദേശീയ ഗാനത്തിൻ്റെ ഔദ്യോഗിക സമയം ദൈർഘ്യം എന്ന് പറയുന്നത് ഏകദേശം 52 സെക്കൻഡാണ്. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാണ്? ശക കലണ്ടർ. ഇന്ത്യയുടെ ഔദ്യോഗിക ദേശീയ കലണ്ടറാണ് ശക കലണ്ടർ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഔദ്യോഗിക നാണയം ഏതാണ്? ഉത്തരം രൂപ. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഔദ്യോഗിക നാണയത്തിൻ്റെ പേര് രൂപ എന്നാണ്. ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ ആരുടെ ചിത്രമാണ് ഉള്ളത്? ഉത്തരം മഹാത്മാഗാന്ധി. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ ഒരു സ്മാരകമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. ഇന്ത്യ ഗേറ്റ് എവിടെയാണ്? ഉത്തരം ന്യൂഡൽഹി. ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഇന്ത്യൻ സ്മാരകങ്ങളിലൊന്നാണ്. നേതാജി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിനെയാണ് നേതാജി എന്ന് വിളിക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസ് നയിച്ച സേനയുടെ പേര് എന്താണ്? ഉത്തരം ഇന്ത്യൻ നാഷണൽ ആർമി, അതായത് INA, ആസാദ് ഹിന്ദ് ഫൗജ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ജനപ്രിയമാക്കിയത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ജയ് ഹിന്ദ് എന്നത് ഇന്ത്യയുടെ ഏറ്റവും പ്രശസ്തമായ ദേശസ്നേഹ മുദ്രാവാക്യങ്ങളിൽ ഒന്നാണ്. ഇത് പ്രശസ്തമാക്കിയത് സുഭാഷ് ചന്ദ്രബോസാണ്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. ഭഗത് സിംഗുമായി ബന്ധപ്പെട്ട പ്രശസ്ത മുദ്രാവാക്യം ഏതാണ്? ഉത്തരം ഇൻകുലാബ് സിന്ദാബാദ്. ഈ ഒരു മുദ്രാവാക്യം വിപ്ലവത്തിൻ്റെ പ്രതീകമായാണ് അറിയപ്പെടുന്നത്. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ രക്തസാക്ഷികളായത് എന്നാണ്? ഉത്തരം 1931 മാർച്ച് 23. എല്ലാ വർഷവും മാർച്ച് 23 നമ്മൾ രക്തസാക്ഷി ദിനമായിട്ടാണ് ആചരിക്കാറുള്ളത്. 1857 സമരത്തിലെ ഝാൻസി റാണി ആരാണ്? ഉത്തരം റാണി ലക്ഷ്മിഭായ്. ധീരതയുടെ പ്രതീകമായ സ്വാതന്ത്ര്യ സമര നായികയാണ് റാണി ലക്ഷ്മിഭായ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലിനെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നാണ് വിളിക്കുന്നത്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയോട് കൂട്ടിച്ചേർത്തത് ആരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. നിരവധി നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയുമായി ഏകീകരിക്കുന്നതിൽ സർദാർ വല്ലഭായ് പട്ടേൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സരോജിനി നായിഡു. പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ലാലാ ലജ്പത് റായ്. ചാച്ചാ നെഹ്റു എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിനെ കുട്ടികൾ സ്നേഹത്തോടെ ചാച്ചാ നെഹ്റു എന്നായിരുന്നു വിളിച്ചിരുന്നത്. ശിശുദിനം ആഘോഷിക്കുന്നത് ആരുടെ ജന്മദിനത്തിലാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. എല്ലാ വർഷവും നവംബർ 14 ശിശുദിനം നമ്മൾ ആഘോഷിക്കാറുള്ളത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ശിശുദിനം നമ്മൾ ആഘോഷിക്കാറുള്ളത്. അധ്യാപക ദിനം ആഘോഷിക്കുന്നത് ആരുടെ ജന്മദിനത്തിലാണ്? ഡോക്ടർ S രാധാകൃഷ്ണൻ. അതായത് എല്ലാ വർഷവും സെപ്റ്റംബർ 5 നമ്മൾ അധ്യാപക ദിനം ആഘോഷിക്കാറുള്ളത്. അത് ഡോക്ടർ S രാധാകൃഷ്ണൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടാണ്. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? ഉത്തരം മംഗൾ പാണ്ഡെ. 1857 സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായിട്ടാണ് മംഗൾ പാണ്ഡെയെ കണക്കാക്കുന്നത്.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? ആനി ബസന്റ്. കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റായിരുന്നു ആനി ബസന്റ് എന്ന് പറയുന്നത്. കോൺഗ്രസിൻ്റെ ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ആരാണ്? ഉത്തരം സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡു ആണ് കോൺഗ്രസിൻ്റെ ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് എന്ന് പറയുന്നത്. കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആനി ബസന്റ് ആണ്. 1942 ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബോംബെയിൽ പതാക ഉയർത്തിയ വനിത ആരാണ്? ഉത്തരം അരുണ ആസഫ് അലി. വിദേശത്ത് ആദ്യമായി ഇന്ത്യൻ പതാക ഉയർത്തിയത് ആരാണ്? ഉത്തരം മാഡം ഭിക്കാജി കാമ. അതായത് വിദേശത്ത് ഇന്ത്യൻ പതാക ഉയർത്തിയ ആദ്യ വ്യക്തിയാണ് മാഡം ഭിക്കാജി കാമ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന വൈസ്രോയി ആരാണ്? ഉത്തരം ലോർഡ് മൗണ്ട് ബാറ്റൺ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന വൈസ്രോയി ആയിരുന്നു ലോർഡ് മൗണ്ട് ബാറ്റൺ എന്ന് പറയുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം ലോർഡ് മൗണ്ട് ബാറ്റൺ. സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യ ഗവർണർ ജനറലായി പ്രവർത്തിച്ചത് ലോർഡ് മൗണ്ട് ബാറ്റൺ ആണ്. ഇന്ത്യക്കാരനായ ഏക ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം സി രാജഗോപാലാചാരി. ഗാന്ധിജിക്ക് മഹാത്മാ എന്ന വിശേഷണം നൽകിയത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര് എന്താണ്? ഉത്തരം കസ്തൂർബ ഗാന്ധി. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് ഏത് വർഷത്തിലാണ്? ഉത്തരം 1857. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് എന്നാണ്? 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം എ.ഒ. ഹ്യൂം. കോൺഗ്രസ് സ്ഥാപിക്കുന്നതിൽ എ.ഒ. ഹ്യൂം വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ഉത്തരം W.C. ബാനർജി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ഏത് വർഷത്തിലാണ്? 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. ജാലിയൻ വാലാബാഗ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പഞ്ചാബിലുള്ള അമൃത്സറിലാണ് ജാലിയൻ വാലാബാഗ് സ്ഥിതി ചെയ്യുന്നത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയത് എന്നാണ്? 1915 ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത്. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. 1920 ആരംഭിച്ച സമരം ഏതാണ്? ഉത്തരം നിസ്സഹകരണ പ്രസ്ഥാനം. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത് ഏത് വർഷത്തിലാണ്? ഉത്തരം 1928. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നത്. ഡു ഓർ ഡൈ എന്ന ആഹ്വാനം നൽകിയത് ആരാണ്? മഹാത്മാഗാന്ധിയാണ് ഡു ഓർ ഡൈ എന്ന ആഹ്വാനം നൽകിയത്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്താണ് ഗാന്ധിജി ഈ ഒരു ആഹ്വാനം നൽകിയിട്ടുള്ളത്. അഹമ്മദാബാദിലെ ഗാന്ധിജിയുടെ ആശ്രമത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം സബർമതി ആശ്രമം. ഗാന്ധിജിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ആശ്രമമാണ് സബർമതി ആശ്രമം എന്ന് പറയുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിലാണ്. ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന നൂൽ നൂൽക്കുന്ന ഉപകരണത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ചർക്ക. ചർക്ക ഉപയോഗിച്ച് നൂൽ നൂൽക്കാനായിരുന്നു ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ചിരുന്നത്. ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ച കൈത്തറി വസ്ത്രം ഏത്? ഉത്തരം ഖാദി. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി ഖാദി വസ്ത്രങ്ങൾ പ്രോത്സാഹിപ്പിച്ചത്. സാരേ ജഹാം സെ അച്ച എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. ഗാന്ധിജിയുടെ ഓർമ്മയ്ക്കായി രക്തസാക്ഷി ദിനം ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 30.
കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കെ കേളപ്പൻ. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? അക്കാമ ചെറിയാൻ. കേരള സിംഹം എന്നറിയപ്പെടുന്ന കേരള രാജാവ് ആരാണ്? ഉത്തരം പഴശ്ശിരാജ. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ തിരുവിതാംകൂർ ദളവ ആരാണ്? ഉത്തരം വേലുത്തമ്പി ദളവ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. ഇനിയും ഇത്തരത്തിലുള്ള GK വീഡിയോകൾക്കായിട്ട് ലേണിംഗ് ലാബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തൂ. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.